ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സക്കുലൻറ്റ് പ്ലാന്റിൻ്റെ ക്യാരും അത് ഞാൻ മേടിച്ചതാണ് ഓൺലൈനിൽ കൂടെ. അത് എങ്ങനെ മേടിച്ചത് എന്നുള്ളതും പാക്കിംഗ് വന്നതും ഓപ്പൺ ചെയ്യുന്നതും ഒക്കെയാണ്. ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു ഒരു സക്കുലൻറ്റ് പ്ലാന്റ് മേടിക്കണമെന്ന്. പക്ഷേ ഓൺലൈനിൽ മേടിച്ചാൽ എങ്ങനെയാണ്, നല്ലതായിരിക്കുമോ, അങ്ങനെ ഒരു പേടിയായിരുന്നു. ഇതൊരു കോംബോ ഓഫറായിരുന്നു. അത് കണ്ടപ്പം ഒന്ന് മേടിച്ച് നോക്കാമെന്ന് ഓർത്തതാണ്. നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു. ഇതാണ് നമ്മുടെ ചെടിയുടെ പാർസൽ. ഇത് ഞാൻ ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നത്. ആമസോണിൽ കൂടെയാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ക്യാഷ് ഓൺ ഡെലിവറി. ഇത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പം പേ ചെയ്താൽ മതി. മോസ്റ്റ്ലി ചെടി എല്ലാമേ ആദ്യം പേ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ, ആ ഒരു രീതിയിലാണ്. അപ്പം ഞാനിത് ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് മാത്രം ഇത് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. 5 സക്കുലൻറ്റ് പ്ലാന്റാണ്. അതപ്പോൾ ഒന്നൊന്നും അവർ ഓരോരോ പേപ്പർ കവറാക്കി ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. നല്ലപോലെ ഓരോ പ്ലാന്റും ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇവിടം വരെ വന്നത്. അപ്പം അതേതുപോലെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. ഒരു ക്യൂരിയോസിറ്റിയിൽ അഴിച്ച് നോക്കിയപ്പം നല്ല പാക്കിംഗ് ആണ്. അവർ ആ മണ്ണ് പോലും പോകാത്ത രീതിയിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ പേപ്പർ വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സക്കുലൻറ്റിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇതിനധികം വെള്ളം വേണ്ട, അധികം വെയിൽ വേണ്ടാത്ത ടൈപ്പാണ് ഈ ചെടിയൊക്കെ. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഇല വെച്ച് തന്നെ നമുക്ക് വേറെ ചെടികൾ കിളിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് മണ്ണ് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്നത് പോലത്തെ മണ്ണായിരിക്കണം. ഒത്തിരി തിക്കായിട്ടുള്ള മണ്ണ് ആകരുത്. കൊക്കോപിറ്റും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്ത് വേണം മണ്ണെടുക്കാൻ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലയിലൊന്നും വെള്ളമാകരുത്. മണ്ണിൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഒരാഴ്ചയിലൊന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഓരോ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് വെയിൽ കൂടുതലുള്ള ഇടമാണെങ്കിൽ ആ മണ്ണിൻ്റെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈനെസ് നോക്കി വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ സക്കുലൻറ്റ് പ്ലാന്റ് വേറെ ഇല്ല. പിന്നെ ഈ ഡോങ്കി ഇയർ അതൊക്കെ ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ ഇതും നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഈ ഒരു ചെടിക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇലയ്ക്ക് ഒരു ഇതിൻ്റെ ഇലയൊക്കെ പഴുത്ത് ഇച്ചിരി ഹെൽത്തി അല്ലാത്തതുപോലെ തോന്നുന്നു. പക്ഷേ മറ്റേ മേലെ ഇരിക്കുന്ന ഇലയൊക്കെ തൊടുമ്പോൾ നല്ലതാണ്. എന്നാലും ഇത് വിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്പേസ് ഇല്ലാതെ അടുപ്പിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം. നോക്കാം. മറ്റെല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു ചെടിയിൽ ഇല വീണിട്ട് അതിനകത്തുനിന്ന് വേര് കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇല ഇങ്ങനെ 1-2 വീണത് അതിൽ തന്നെ വേര് കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട് 1-2. അപ്പോൾ ഇത് ഞാൻ അല്ലാതെ വേറെ ഒരു പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. സക്കുലൻറ്റിൻ്റെ ഓരോ ലീഫ് കൊണ്ടും നമുക്കൊരു ചെടി ആക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ ലീഫിന് നല്ല വെള്ളമയം ഉള്ളതുകൊണ്ട് നമ്മൾ സൈഡിൽ ചെടിക്ക് മാത്രം ഇച്ചിരി വെള്ളം നനച്ച് കൊടുത്താൽ മതിയായിരിക്കും. അത് 4-5 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചാൽ മതിയായിരിക്കും. ഇത് ഇൻഡോറായിട്ടും വെക്കാം. പക്ഷേ സൺലൈറ്റ് ഒരു 10-15 മിനിറ്റെങ്കിലും നല്ല സൺലൈറ്റ് കിട്ടുന്നത് പോലെ വേണം വെക്കാൻ. ഞാനപ്പം ഞങ്ങളുടെ മുറിയുടെ ജനലിൻ്റെ അവിടെ വെളിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ വീണ് കിട്ടിയ ലീഫ് കൊണ്ട് വേറെ തൈ കിളിപ്പിക്കാൻ പറ്റുമോ നോക്കാനാണ്. അതിന് വെറും ഇത് ആറ്റുമണലാണ് വേണ്ടത്. അപ്പോൾ അത് കുറേ കിട്ടിയപ്പോൾ 2 അത് തൈ വേര് കിളുത്തിട്ടുണ്ട്. അതാണ് ഞാനങ്ങ് മാറ്റി വെച്ചത്. ഇതിനകത്ത് തന്നെ വേര് കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2-3 ലീഫ് കൂടെ കിട്ടിയത് ഇതിനകത്ത് ഇങ്ങനെ മണ്ണിൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നമ്മളിങ്ങനെ മണ്ണിൻ്റെ മേലിൽ വെച്ചിട്ട്. അപ്പം ഞാൻ അതുപോലെ എല്ലാത്തിൻ്റെയും ഓരോ ലീഫ് പോയതൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കിളുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. എന്നിട്ട് ഞാനത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്.
ഇതുപോലത്തെ ചെടി എൻ്റെ കയ്യിലും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നോക്കാം എത്രയും വിജയിക്കുന്നതെന്ന്. അപ്പോൾ പുതിയതായിട്ട് കിളിപ്പിക്കാൻ പറ്റുന്നതും എങ്ങനെ വിജയിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.